എന്താ ഇപ്പം ഇങ്ങനെ നമ്മൾ പലയിടത്തേക്കും സിയാറത്തിന് നമ്മൾ പലയിടത്തേക്കും യാത്ര പോകുന്നുണ്ടല്ലോ, എന്താ സിയാറത്ത് തന്നെ ആയിക്കോളണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, എന്നെ എൻ്റെ മരണശേഷം അല്ലെങ്കിൽ വഫാത്തിന് ശേഷം വന്ന് സിയാറത്ത് ചെയ്യുന്നത് ഫകഅന്നമാ സാറനി ഫി ഹയാത്തി, എൻ്റെ ജീവിതകാലത്ത് എന്നെ വന്ന് കാണുന്ന മാതിരിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വാരിസീങ്ങളായ അവിടുത്തെ പൂർണ്ണമായി പിൻപറ്റുന്ന മഹാന്മാരായ ഔലിയാക്കളെ കാണാൻ പോകുന്നത് ഒരു ജീവിച്ചിരിക്കുമ്പോൾ പോണ മാതിരിയാണ്. അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ രാജാവാണ്. ഇന്ത്യയുടെ രാജാവായ മഹാനവറുകൾ, ആ മഹാനവറുകൾ വെറുതെ രാജാവായതല്ല, മദീനയിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ച പ്രകാരം വന്നതാണ്, ഇവിടെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ മഹാനവറുകൾ വഫാത്തായി കിടക്കുകയാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഫകഅന്നമാ സാറനി ഫി ഹയാത്തി, എൻ്റെ ജീവിതകാലത്ത് എന്നെ കാണാൻ വന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരാൾ വന്ന് തങ്ങളെ കാണാൻ വന്ന സ്വഹാബിയായി മാറി. നമ്മളിത് സ്വഹാബിയായി മാറൂല, പക്ഷെ സ്വഹാബിക്ക് സുഹബത്തോണ്ട് കിട്ടുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടും. അതിന് സുഹബത്ത് എന്ന് പറയില്ല എന്ന് മാത്രം, സ്വഹാബിയാവൂല, അതിന് മാർഗമല്ല. അത് തങ്ങളെ ജീവിതകാലത്ത് തന്നെ വരേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം മനസ്സിലാക്കണ്ടോ? അതുകൊണ്ടാണ് സൂഫിയാക്കൾ, മഹാന്മാർ മക്കയിൽ നിനക്ക് സഹവസിക്കാൻ ആകെ 15 ദിവസത്തെ ഉംറ യാത്ര, അതിൽ 10 ദിവസം മക്കയിൽ തിരഞ്ഞെടുത്താൽ 5 ദിവസമേ മദീനയിൽ കിട്ടൂ, മദീനയിൽ 10 ദിവസം തിരഞ്ഞെടുത്താൽ 5 ദിവസമേ എനിക്ക് മക്കയിൽ കിട്ടൂ. ഈ 2 ഓപ്ഷനിൽ നിന്ന് നീ ഏതാണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ മക്കയിൽ തിരഞ്ഞെടുക്കും. കാരണം മസ്ജിദുൽ ഹറാമിൽ ഒരു റക്അത്തിന് 10 ലക്ഷം കൂലിയാണ്, 10 ലക്ഷം കൂലി ഒരു റക്അത്തിന്. മദീനയിൽ അത് 1 ലക്ഷമുള്ളൂ. അപ്പം നമ്മൾ പരമാവധി മക്കയിലെ ഹറമിൽ വെച്ച് ഇഷ്ടം പോലെ നിസ്കരിക്കുകയും ദിക്റ് ചൊല്ലുകയും മറ്റു കാര്യങ്ങൾ മറ്റു വിഭാഗങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ അതിനൊക്കെ 10 ലക്ഷം 10 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ കോടികൾ ഇങ്ങനെ മറിയാണ്. ലക്ഷങ്ങൾ കൂടി കൂടി പിന്നെ അത് കോടിയായി മാറി. എന്നാൽ തൊട്ടിപ്പുറത്ത് മദീനയിൽ 5 ദിവസം നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആ 5 ദിവസത്തിൽ നമ്മളിനി എത്ര മെനക്കെട്ടാലും മക്കയിൽ മെനക്കെട്ട അത്ര പ്രതിഫലം ലഭിക്കൂല, കൂലി ലഭിക്കൂല. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുക സാധാരണഗതിയിൽ. സൂഫിയാക്കൾ പക്ഷേ ഓല് തിരഞ്ഞെടുക്കുക മക്കയിൽ 5 ദിവസം നമുക്ക് ഉംറ ചെയ്യാന്നുള്ള വാജിബായ കാര്യം ചെയ്തു, ഒരു സുന്നത്തായ ഉംറയും പിന്നെ ഇഷ്ടമാണെങ്കിൽ 2 ദിവസം കൂടിയും ഉംറകളൊക്കെ പിന്നെയും പല ഉംറയും ചെയ്തു. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അവിടെയുള്ള ആസാറുകൾ കണ്ടു. വേഗം എങ്ങനെങ്കിലും മദീനത്തേക്ക് എത്താൻ നോക്കുക. 10 ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്ത് ലഭിക്കാനാണ് അവർ ശ്രമിക്കുന്നത്.